ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വന്നാണ് ഈ പുതിയ 2026 ബ്രസീൽ വന്നേക്കുന്ന ഏറ്റവും വലിയ മാറ്റം നമുക്ക് പറയാം. പക്ഷെ അത് മാത്രമല്ല, വേറെ കുറേ മാറ്റങ്ങളുണ്ട്. സേഫ്റ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, സ്റ്റൈലിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കംഫർട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ലുക്സിന്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. സോൾവ് ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. തന്നെ നമുക്ക് ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റ നോട്ടത്തിൽ ഒരു മാറ്റവും ഇല്ല. വെരി സെയിം. ദിസ് ഇസ് നോട്ട് എ ഫേസ് ലിഫ്റ്റ്. ഇതൊരു എവല്യൂഷൻ വേണമെങ്കിൽ പറയാൻ പറ്റും. വന്നേക്കുന്ന ഒരു മാറ്റം, ഈ ഒരു ഗ്രിൽ പാറ്റേൺ ഒരു ഡാർക്ക് റോം ആയിട്ടുണ്ട്. നമുക്ക് ഡാർക്ക് ചെയ്ത് കാണാം. പിന്നെ ഇത് ടേബോ ആയതുകൊണ്ട് തന്നെ റെഡ് ആക്സൻസ് കാണാൻ പറ്റും. ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബമ്പറാണ്. ആകെ മൊത്തം ഒന്ന് മസ്കുലറായി, ഒന്നുകൂടി സ്ട്രോങ് പ്രസൻസ് ആയി. സൈഡിലോട്ട് വരുമ്പോൾ വന്നേക്കുന്ന ഒരു മാറ്റം, ഇപ്പോൾ പുതിയ ഡയമണ്ട് കട്ട് അലോയ്സ് കാണാൻ പറ്റും. 4 സ്പോക്ക് ആണ് വന്നേക്കുന്നത്. സൈസും കാര്യത്തിലും വ്യത്യാസമില്ല. ഡിസൈനാണ് മാറിയിരിക്കുന്നത്. ഇതിന് വീണ്ടും പറയുന്നത് ടർബോ ആയതുകൊണ്ട് റെഡ് ആക്സൻസും കാര്യങ്ങളും കാണാം. സൈഡ് പ്രൊഫൈലിൽ ഒരു മാറ്റവും ഇല്ല. 360 ഡിഗ്രി ക്യാമറ വന്നേക്കുന്നതിൻ്റെ ക്യാമറ നമുക്കിവിടെ കാണാൻ പറ്റും. റൂഫ് റെയിൽസോ കാര്യങ്ങളോ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഒരു മാറ്റം, നേരത്തെ പറഞ്ഞ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ്, അതായത് 1 ലിറ്റർ എഞ്ചിനെ കുറിച്ച് ഞാൻ പറയാം. അതിൻ്റെ സ്റ്റിക്കർ അവിടെ വന്നേക്കുന്നു. നെക്സ്റ്റ് വരുമ്പോൾ അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഡിസൈനൊക്കെ വെരി സെയിം. പക്ഷേ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടൊരു ബമ്പർ കാണാം. പിന്നെ ടർബോ ആയതുകൊണ്ട് റെഡ് ആക്സൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പിന്നെ ഇതിൻ്റെ ബാഡ്ജിങ് വന്നേക്കുന്നത്. ടർബോ ബൂസ്റ്റർ ജെറ്റ് ആണെങ്കിൽ ബാഡ്ജിങ് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആകെ പിന്നെ ബൂട്ട് സ്പേസിലാണെങ്കിലും അങ്ങനെ വേറൊരു പാരാമീറ്റേഴ്സിലാണെങ്കിലും ഒരു വ്യത്യാസമില്ല. ഇറ്റ് ഇസ് വെരി വെരി സെയിം. പിന്നെ വന്നേക്കുന്നത് 2 പുതിയ കളേഴ്സാണ്. ഒരു ബേജ് കളറും പിന്നെ ഒരു യെല്ലോ കളറും ആണ് ആകമായിട്ട് വന്നേക്കുന്നത്. ഒരു എക്സ്ട്രീം വ്യത്യാസം. അകത്തോട്ട് കയറുമ്പോഴാണ് പ്രീമിയം ആയിട്ടുള്ള മാറ്റം നമുക്ക് കാണുന്നത്. ഒന്നുകൂടി ലക്ഷറിയസ് ആയിട്ടുണ്ട്. ബ്ലാക്കും ബ്രൗണും കൂടിയിട്ടുള്ള ഒരു തീമാണ് വന്നിരിക്കുന്നത്, ഡുവൽ ടോൺ കളറിൽ. അതന്നെ വണ്ടിയുടെ ഒരു പ്രീമിയംനെസ്, ഒരു അട്രാക്റ്റീവ്നെസ് തന്നെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നു. ഈ സൈഡിൽ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ചും കൂടെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് വന്നിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ടുണ്ട്. ഒരു വാരത്തിനകത്തുള്ള ഒരു ആംബിയൻസ് തന്നെ കൂടിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് തിങ്. പക്ഷെ നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നോട്ടീസ് ചെയ്യാൻ പോകുന്നത് ഈ 10.1 ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ്. അതിപ്പോൾ സ്മാർട്ട് പ്ലേ പ്ലസ് ഓടിയിട്ടാണ് വരുന്നത്. അതായത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, അത് കൂടാണ്ട് അലക്സ കണക്റ്റഡ് ഉണ്ട്, വിച്ച് ഇസ് എ വെരി ഗ്രേറ്റ് എഡിഷൻ. കൂടാണ്ട് ഇപ്പോൾ വയർലെസ് പാഡ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വയർലെസ് പാഡ് ഇപ്പോൾ വെന്റിലേറ്ററിനാണ്. അതായത് നമ്മുടെ ഫോൺ ചൂടാവില്ല. പിന്നെ അത് കൂടാണ്ട് വെന്റിലേഷൻ അവിടെ മാത്രമല്ല, വെന്റിലേഷൻ ഇപ്പോൾ സീറ്റ്സിൽ വന്നേക്കുന്നു, വിച്ച് ഇസ് എ ഹ്യൂജ് പ്ലസ്. വെൽഡന്മാർക്ക് കുറേ കാലമായിട്ട് കാത്തിരിക്കുന്നു. പിന്നെ ഗിയർ നോബ് കാണാം. 1 ലിറ്റർ പെട്രോളിന് ആകെപ്പാട് ഇപ്പോൾ മാനുവൽ ഓപ്ഷൻ മാത്രമേ, അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ മേളിൽ സൺറൂഫ് വന്നേക്കുന്നു. സീറ്റ്സും കാര്യങ്ങളാണെങ്കിലും ബ്രൗണും ബ്ലാക്കും തീമൊക്കെ വന്നേക്കുന്നു. സ്റ്റിയറിംഗും മാറ്റമൊന്നുമില്ല. ഇവിടെ ഒരു വലിയൊരു ഇൻസ്ട്രുമെന്റ് പാഡ് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഓഫ് റോഡ് വണ്ടിയിലൊക്കെ കാണുന്ന പോലെ കുറേ ബട്ടൺസോട് കൂടിയിട്ടുള്ളത്. ഇറ്റ്സ് നൈസ്. പിന്നെ ക്ലസ്റ്ററിലോ HUD-യിലോ അങ്ങനെ വേറെ ഫീച്ചേഴ്സ് ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ പുതിയ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ എല്ലാ വാഹനത്തിലല്ല ഈ വരുന്നത്. നമുക്ക് നേരത്തെ ഫ്രോങ്സിൽ നമ്മൾ ഓടിച്ചു നോക്കിയിട്ടായിരുന്നു. പക്ഷേ ഒരു സ്വഭാവ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി വലിയ വാഹനമാണ്, കുറച്ചുകൂടി വെയിറ്റ് കൂടിയ വാഹനമാണ്. അപ്പോൾ എത്രത്തോളം മാറ്റം നമ്മൾ അറിയണ്ടേ. മാറ്റം നമുക്ക് നോക്കാം. ഇപ്പോൾ സെക്കൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പവറിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. ഇറ്റ്സ് വെരി പവർഫുൾ. 110 PS പവറും ഉണ്ട്, 170 Nm ടോർക്കും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 RPM തൊട്ടേ നമുക്ക് ഈ 170 Nm ടോർക്ക് അവൈലബിൾ ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് ടെർബോ ലാഗ് അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്തൊരു വെയിറ്റിംഗ് ഇല്ല. 1.5 എഞ്ചിൻ്റെ ഒരു പ്രശ്നം അതാണ്. കുറച്ചുകൂടി ലീനിയർ ആണ്, കുറച്ചുകൂടി സ്ലോ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടാനില്ല. പക്ഷേ നമ്മൾ ഒരു കസ്റ്റമർ എന്ന ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻറ്റ് എന്തായാലും 1.5 ആയിരിക്കും. ഇതിന് മൈലേജ് കുറവായിരിക്കും. ഇതിനിപ്പോൾ നമുക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത് 8 കിലോമീറ്റർ ആണ്. എന്തായാലും ഇന്ന് രാവിലെ പോയ ആൾക്കാർ അത്യാവശ്യം പുഷ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് ഓടിച്ചു നോക്കിയിട്ടുള്ളൂ. പക്ഷെ എന്തായാലും പുഷ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മൈലേജ് ഇത്രയും കുറഞ്ഞേക്കുന്നത്. എന്തായാലും കുറവിനായിരിക്കും. 1.5 കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനായിരിക്കും കുറച്ചുകൂടെ ഔട്ട്റൈറ്റ് പെർഫോമൻസ് ഉള്ളത്. അതായത് ആക്സലറേഷൻ കുറച്ചുകൂടെ ഹാർഡ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ഹൈവേയിലൊക്കെ കുറച്ചുകൂടി സ്പിരിറ്റഡ് ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് ഈ വാഹനമായിരിക്കും നല്ലത്. പക്ഷെ 1.5 ഒരു നോർമൽ ഡ്രൈവിംഗ്, അതായത് ഇപ്പോൾ ഒരു സമാധാനപരമായിട്ട് പോകേണ്ട ഒരാളാണെങ്കിൽ 1.5 ഇഷ്ടപ്പെടുക. അവർക്ക് അത് തന്നെയാണ് ഓപ്ഷൻ നല്ലതും കൂടുതൽ എഫിഷ്യൻറ്റും ആയിരിക്കും. പിന്നെ ഒരു ലോങ് ടേം യൂസ് കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1.5 ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹാൻഡ്ലിംഗ് കാര്യത്തിലൊക്കെ കുറച്ചൊരു ബോഡി റോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഓബ്വിയസ്ലി ഇത് കുറച്ച് ഹൈറ്റ് കൂടിയ വണ്ടിയാണ്, അപ്പോൾ ഒരു ബോഡി റോൾ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഡൈനാമിക്സ്, അതായത് സ്റ്റിയറിംഗിന് നമുക്ക് പ്രെസിഷൻ, പിന്നെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ കുഴപ്പങ്ങൾ, സീറ്റിങ്ങിനാണ് ഡാമ്പിങ്, പിന്നെ സസ്പെൻഷന് ഡാമ്പിങ്, അതൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ബോംബെ റോട്ടിൽ കൂടെ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്യുന്നില്ല.
നമുക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോകാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വെന്റിലേറ്റഡ് സീറ്റ്സ് ഇപ്പോൾ വന്നിട്ടുള്ളതാണെന്ന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, അതിൻ്റെ സുഖനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, നല്ല സുഖമുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. വെന്റിലേറ്റഡ് സീറ്റ്സ് ഓൾവേസ് എ പ്ലസ്. അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പാനറാമിക് സൺറൂഫ് എന്ന് പറഞ്ഞിട്ടില്ല, സൺറൂഫ് ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ വിറ്റുവാണെങ്കിൽ പാനറാമിക് സൺറൂഫ് വേണം. അതൊരു കുറവ് തന്നെയായിരിക്കും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമുക്ക് ബ്രെസ കുറച്ചും കൂടി ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിന് മൊത്തം ഉണ്ടായിരുന്ന കുറച്ച് കുഴപ്പങ്ങൾ, അതായത് വരുന്ന കസ്റ്റമേഴ്സ് മേടിക്കാത്തതിന് കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ നികത്തിയിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ബ്രെസ 2026 വന്നിട്ടുള്ളത്. അന്ന് പെർഫോമൻസിന് കുറവായിരുന്നു, അതിനാണ് ഇപ്പോൾ ഈ ടർബോ ബൂസ്റ്റ് വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഇന്റീരിയറിൽ കുറച്ചും കൂടി ഒരു ലക്ഷറി ഫീൽ കിട്ടുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ആൾക്കാർ വേറെ കോമ്പറ്റീറ്റേഴ്സിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഫീച്ചേഴ്സിന്റെ ലിസ്റ്റ് കുറവായിരുന്നു, അപ്പോഴും വേറെ കോമ്പറ്റീറ്റേഴ്സിന് പോയിക്കുന്നു. പക്ഷെ അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. അതായത് എല്ലാത്തും ഒരു ബാലൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് വണ്ടി ഇപ്പോൾ കുറച്ചുകൂടി ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി നല്ലൊരു പാക്കേജ് ആയിട്ടുണ്ട്. പ്രൈസിങ് കാര്യങ്ങളൊന്നും അനൗൺസ് ആയിട്ടില്ല, പക്ഷേ ഉടനെ അനൗൺസ് ആവും. ഇന്ന് വൈകുന്നേരമാണ് ഇതിന്റെ ലോഞ്ച് ഉണ്ടാകാൻ പോകുന്നത്, നമുക്ക് പറയാൻ പറ്റും. എൻ്റെ കമന്റ് ബോക്സിൽ എന്തായാലും ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഇൻഫർടൈൻമെന്റ് പറഞ്ഞു. ഇൻഫർടൈൻമെന്റ് നമ്മൾ നേരത്തെ വിക്ടോറിയസിൽ കണ്ട് അത് ഇൻഫർടൈൻമെന്റ് ആണ്. സെയിം, ഇറ്റ്സ് വെരി നൈസ്, വെരി ക്രിസ്പ്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. ഈ പുതിയ OS കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ബാക്കി ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓവറോൾ ഒരു നല്ലൊരു പാക്കേജ് ആയിട്ടുണ്ട്, ഓടിക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഈ 1 ലിറ്റർ എഞ്ചിന് എന്തുകൊണ്ട് അവർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തില്ല എന്നുള്ളതിന്റെ അത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ആ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ നമുക്ക് കുറച്ചും കൂടെ സിറ്റീസിൽ നല്ല യൂസ്ഫുൾ ആയതിനെ, കുറച്ചും കൂടെ ഒരു ഉപയോഗമായതിനെ. 1.5 മാത്രമേ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻ തന്നെ വരുന്നുള്ളൂ. വൈ ഐ ഡോണ്ട് നോ, ബട്ട് ഇറ്റ് വാസ് റിക്വയർഡ്. സോ അതൊക്കെയായിരുന്നു ഈ പുതിയ അപ്ഡേറ്റഡ് 2026 മാരുതി ബ്രെസയുടെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു വാഹന വിശേഷമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീൽസ്. ഞാൻ നന്ദു, സീ യു ലേറ്റർ.